ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 16 രാത്രി 11:39 കർക്കടക രവി സംക്രമമാണ്. അതായത് സൂര്യൻ കർക്കടക രാശിയിലേക്ക് രാശി മാറുന്നു. മാത്രമല്ല കർക്കടക രാശിയിൽ സൂര്യനും ഗുരുവുമായിട്ട് യോഗം വരുന്നു. അപ്പോൾ സൂര്യൻ്റെ കർക്കടക രാശിയിലെ രാശിമാറ്റവും സൂര്യനും ഗുരുവുമായിട്ടുള്ള യോഗവും എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നു എന്നുള്ളത്. 2026 ജൂലൈ 16 രാത്രിയാണ് കർക്കടക രവി സംക്രമം. അതായത് സൂര്യൻ കർക്കടക രാശിയിൽ പ്രവേശിക്കുന്നത്. അതായത് ദക്ഷിണായന കാലത്തിൻ്റെ സമാരംഭമാണ് സൂര്യൻ കർക്കടക രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇത്തവണത്തെ ഈ കർക്കിടക സംക്രാന്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സർവീശ്വരകാരകനായിട്ടുള്ള വേഴഗ്രഹം കർക്കിടക രാശിയിൽ ഉച്ചസ്ഥിതനായി നിൽക്കുമ്പോഴാണ് ഈ സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് സൂര്യനും ഗുരുവുമായിട്ട് യോഗം. അതായത് രണ്ട് സാത്വിക ഗ്രഹങ്ങളുടെ യോഗമാണ് കർക്കിടക രാശിയിൽ വരുന്നത്. സൂര്യൻ ആത്മകാരകനാണ്. അതുപോലെ ഗുരുവാണെങ്കിൽ ജ്ഞാനകാരകനും അതുപോലെ സർവീശ്വരകാരകനുമാണ്, ധർമ്മകാരകനുമാണ്. അപ്പം ധർമ്മകാരകനും സർവീശ്വരകാരകനുമായിട്ടുള്ള ഗുരുവുമായിട്ട് ആത്മകാരകനായിട്ടുള്ള സൂര്യന് യോഗം വരുന്നു. അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ ഉയർന്ന ലക്ഷ്യങ്ങൾ, കറക്റ്റ് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പൊതുവെ ഒരു ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. സത്ചിന്ത, സത്പ്രവർത്തനങ്ങൾ, നല്ല തീരുമാനങ്ങൾ ഒക്കെ എടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഉയർന്ന ബുദ്ധിശക്തി ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ ഗുരുക്കന്മാരുടെ കടാക്ഷം, കർമ്മ മേഖലയിലൊക്കെ നമുക്ക് ഉയർച്ച, അംഗീകാരം, പൊതുജനപ്രീതിയൊക്കെ കൂടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ആത്മജ്ഞാനം ആർജിക്കുന്നതിനും ഈശ്വര കടാക്ഷം ലഭിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും സൂര്യനും ഗുരുവും യോഗം ചെയ്യുക വഴി ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് കലപുരുഷൻ്റെ 5-ാം ഭാവാധിപനും അതുപോലെ കലപുരുഷൻ്റെ 9-ാം ഭാവാധിപനും ആയിട്ടുള്ള സൂര്യനും ഗുരുവും യോഗം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും അത് വ്യത്യസ്ത രീതിയിലായിരിക്കും അവ സ്വാധീനിക്കുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റവും സൂര്യ ഗുരു യോഗവും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെ നോക്കാം. ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ ത്രികോണ ഭാവാധിപനാണ്, 5-ാം ഭാവാധിപനാണ്. 5-ാം ഭാവാധിപനായ സൂര്യൻ 4-ാം ഭാവരാശിയിലേക്കാണ് ജൂലൈ 16 രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ ഒരു മാസം ആ സൂര്യൻ 4-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 4-ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. ഭാഗ്യഭാവാധിപൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ 4-ാം ഭാവരാശിയിൽ സൂര്യനും ഗുരുവുമായിട്ട് യോഗം വരുന്ന സമയമാണ്. പൊതുവെ നമുക്ക് ഒരു ഗുണാനുഭവത്തിൻ്റെ സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് ഗുണാവസ്ഥ, തൊഴിൽപരമായിട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം. സൂര്യനും ഗുരുവൊക്കെ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വളരെ ഗുണാനുഭവം ഉണ്ടാക്കുന്ന സമയമാണ്. സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിരിക്കും. അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഉയർന്ന അധികാരസ്ഥാനത്തേക്ക് എത്താനൊക്കെ സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല തൊഴിലിടത്തൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സൂര്യൻ 5-ാം ഭാവാധിപനാണ് എന്നുള്ളതുകൊണ്ട് പൊതുവേ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഉന്നത സ്ഥാനങ്ങളിലുള്ളവർക്ക്
പ്രത്യേകിച്ച് ഉപദേശം നൽകുന്ന തൊഴിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമായിരിക്കും. അവരുടെ ഉപദേശങ്ങൾക്കൊക്കെ വളരെ സ്വീകാര്യത കിട്ടുന്ന സമയമാണ്. അതവരൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനൊക്കെ വഴിതെളിക്കും. സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ 4-ലാണ് ആ ഗുരുവും അതുപോലെ സൂര്യനുമൊക്കെ യോഗം ചെയ്യുന്നത്. കുടുംബത്തിലൊക്കെ സന്തോഷം, കുടുംബത്തിൽ ഭാഗ്യനേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. സന്താനങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ 12-ലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അവരുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിലൊക്കെ വളരെ ഫോക്കസ് കൂടാവുന്ന സമയമാണ്. പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. പുത്തൻ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിനും അത് ഡെവലപ്പ് ചെയ്യുന്നതിനും വളരെ അനുകൂല സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ 4-ൽ സൂര്യനും ഗുരുവും ഒക്കെ യോഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ 12-ൽ വരിക എന്ന് പറയുന്നത് അതിനനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ദൂരെ യാത്രകളുണ്ടാകാം. അതുപോലെ വിദേശത്തൊക്കെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ഈ സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും എന്ന് മനസ്സിലാക്കുക. കുടുംബത്തിലൊക്കെ സന്തോഷം ഒക്കെ ഉണ്ടാകും. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ അനുകൂല സമയമാണ്. പൊതുവെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷമായിരിക്കും ഈ സൂര്യനും ഗുരുവുമൊക്കെ 4-ൽ വരിക വഴി ഉണ്ടാകുന്നത്. കുടുംബത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. അതുപോലെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഒക്കെ താല്പര്യം കൂടും. അതുപോലെ കുടുംബത്തിലൊക്കെ നമുക്ക് ഈ പ്രാർത്ഥനകൾ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ പൊതുവെ മെച്ചപ്പെടുന്ന സമയമാണ്. പൊതുവെ നമുക്ക് ഈ കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് കൂടുന്ന സമയവും കൂടിയാണ്. അതുപോലെ മാതാവുമായിട്ട് ചെറിയ അഭിപ്രായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരിഹരിക്കുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ത്രികോണ ഭാവാധിപത്യം സൂര്യനൊക്കെ ഉള്ള സമയമാണ്. സൂര്യൻ പ്രത്യേകിച്ച് ആ കേന്ദ്രഭാവത്തിലൊക്കെ സൂര്യനും അതുപോലെ 2 ത്രികോണ ഭാവാധിപന്മാർ ആ കേന്ദ്രസ്ഥാനത്തൊക്കെ വരിക എന്ന് പറയുന്നത് പൊതുവെ ഗുണാനുഭവമാണ്. ആത്മീയ ചിന്ത കൂടും. നമ്മുടെ ഇന്നർ സ്പേസൊക്കെ വികസിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകുമെന്ന് പറയാം. അപ്പം മൊത്തത്തിൽ നമുക്കെടുത്ത് നോക്കുമ്പോൾ കുടുംബജീവിതം, തൊഴിൽ ജീവിതം ഒക്കെ തന്നെ ബാലൻസ് ചെയ്ത് പോകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും സൂര്യനും ഗുരുവും ഒക്കെ 4-ാം ഭാവരാശിയിൽ യോഗം ചെയ്യുക വഴി മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഈ കർക്കിടക രവി സംക്രമവും അതുപോലെ സൂര്യനും ഗുരുവുമായിട്ട് കർക്കിടക രാശിയിൽ യോഗം ചെയ്യുന്നതും ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ 4-ാം ഭാവാധിപനാണ്, കേന്ദ്ര ഭാവാധിപനാണ്. ആ സൂര്യൻ ജൂലൈ 16-ന് 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ ആ സൂര്യൻ 3-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 3-ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഗുരുവും സൂര്യനും 3-ാം ഭാവരാശിയിൽ യോഗം ചെയ്യുന്ന സമയമാണ്. പൊതുവേ നമുക്ക് ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു ധൈര്യം, ആത്മവിശ്വാസമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇഫക്റ്റീവാകും. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യലാകുന്ന സമയമാണ്. യുക്തിസഹമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല അറിവ്, ആ അറിവ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമാണ്. ഗുരു സൂര്യനൊക്കെ ഈ യോഗം ചെയ്യുന്ന സമയം പ്രത്യേകിച്ച് യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. സഹോദരങ്ങളുമായിട്ടും
അതുപോലെ നമ്മുടെ ചുറ്റുപാട് അയൽവക്കക്കാരുമായിട്ടൊക്കെയുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഒന്നിച്ച് യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. എഴുത്തുകാർക്ക്, അതുപോലെ ഈ പ്രഭാഷണം നടത്തുന്നവർക്ക്, പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അതുപോലെ ഈ പബ്ലിഷിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കൗൺസിലിംഗ് വർക്ക് ചെയ്യുന്നവർക്ക്, മീഡിയ പ്രവർത്തകർക്ക്, ഇവർക്കൊക്കെ ഈ 3-ലെ സൂര്യൻ്റെയും ഗുരുവിൻ്റെയും ആ യോഗം വളരെ ഗുണം ചെയ്യും. സ്വന്തം എഫർട്ട് കൊണ്ടുള്ള ധനാർജനം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പൊതുവെ നമ്മുടെ മനസ്സ് നിറച്ച് നല്ല ആശയങ്ങൾ, മനസ്സ് റിസോഴ്സ്ഫുൾ ആകുന്ന സമയം എന്ന് പറയാം. ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും ഒക്കെ തന്നെ സാധിക്കാവുന്ന പ്രതീക്ഷകളും നമുക്ക് അതുപോലെ അത് സാധിച്ചെടുക്കാവുന്ന സമയമാണ്. അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. പ്രത്യേകിച്ച് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് തലത്തിൽ, അതുപോലെ സോഷ്യൽ റിലേഷൻ വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടെ ആണ്. ചിലർക്ക് തൊഴിലിലോ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ടോ ബന്ധപ്പെട്ട് ചിലപ്പോൾ വീടൊക്കെ മാറുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. വ്യക്തി ജീവിതത്തിലും അതുപോലെ തൊഴിൽ ജീവിതത്തിലും സൂര്യൻ്റെ രാശിമാറ്റം വലിയ സ്വാധീനം ഉണ്ടാക്കും. തൊഴിലിലൊക്കെ ഫോക്കസ് കൂടും. തൊഴിൽ അന്വേഷകർക്ക് അവസരങ്ങളുണ്ടാകും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ട്രാൻസ്ഫറിനോ യാത്രകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, വിദേശത്ത് ബിസിനസ് നടത്തുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ വിപണന തന്ത്രങ്ങളൊക്കെ മെനയുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 4-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 12-ലേക്കാണ് രാശി മാറുന്നത് എന്നതിനാൽ ചിലപ്പോൾ മാതാവുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ വരാം. അതുപോലെ തന്നെ വീട് ചിലപ്പോൾ മാറുന്നതിനൊക്കെ സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ സൂര്യൻ ഈ 9-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. സൂര്യനും ഗുരുവുമൊക്കെ 9-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, ഗുരുക്കന്മാർ, അതുപോലെ എൽഡേഴ്സ്, അവരുടെയൊക്കെ ഗൈഡൻസ് പ്രത്യേകിച്ച് ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. ഉന്നത പഠനം നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. സ്കോളർഷിപ്പ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റുകൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ചിലർക്ക് ഈ പാരൻ്റൽ പ്രോപ്പർട്ടി കൈവശം വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട്, ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്തുണ്ടാകാം. അപ്പോൾ നമുക്ക് ഈ ദൂരയാത്രകൾക്ക്, വിദേശ യാത്രകൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിന് അനുകൂല സമയമാണ്. ആത്മീയ ഗ്രന്ഥങ്ങൾ കൂടുതൽ വായിക്കുന്നതിനും, പ്രത്യേകിച്ച് ആത്മജ്ഞാനം, ആത്യന്തിക സത്യമൊക്കെ അറിയുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഈ സൂര്യനും ഗുരുവൊക്കെ 3-ൽ യോഗം ചെയ്യുക വഴിയും ആ 9-ൽ സൂര്യഗുരു ദൃഷ്ടി വരിക വഴി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും കർക്കിടക രവി സംക്രമവും, അതുപോലെ കർക്കിടക രാശിയിൽ സൂര്യനും ഗുരുവുമായിട്ട് യോഗം ചെയ്യുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ 3-ാം ഭാവാധിപനാണ്. ആ 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16-ന് അവരുടെ ധനസ്ഥാനത്തേക്ക് 2-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ ഏകദേശം 1 മാസം ആ സൂര്യൻ 2-ാം ഭാവരാശിയിൽ ഉണ്ടാകും. ധനസ്ഥാനത്ത് 2-ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അവിടെയാണ് സൂര്യനും ഗുരുവുമായിട്ട് യോഗം വരുന്നത്. അപ്പോൾ പൊതുവെ 2-ലൊക്കെ സൂര്യൻ്റെയും ഗുരുവിൻ്റെയൊക്കെ യോഗം വരുമ്പോൾ സ്വന്തം എഫർട്ട് കൊണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചിന്തയുണ്ടാകും. ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യും. സമ്പാദ്യം വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്.
കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. പൊതുവെ പണം കൈകാര്യം ചെയ്യുന്നതിൽ, അതുപോലെ പണം നമുക്ക് പ്രോപ്പറായിട്ട് നിക്ഷേപിക്കുന്നതിനൊക്കെയുള്ള ഒരു കഴിവ് ഈ സമയത്ത് കൂടും. ബിസിനസ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ ജീവിത പങ്കാളി വഴിയൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പ്രൊഫഷണൽ തലത്തിൽ ഉയർച്ച, അത് നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നതിനൊക്കെ കഴിയും. പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ തലത്തിലൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ ടീച്ചിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അഡ്വൈസറി തലത്തിലൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നവർക്കൊക്കെ അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും സൂര്യനും ഗുരുവും ഒക്കെ 2 യോഗം ചെയ്യുക വഴി ഉണ്ടാകുന്നത്. കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുടുംബ ബിസിനസ്സൊക്കെ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. അതുപോലെ ഈ ദീർഘകാല നേട്ടങ്ങൾ കിട്ടുന്ന തക്ക രീതിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതിനുള്ള ഒരു പ്ലാനൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. സഹോദരങ്ങൾ വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 12-ലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടായെന്ന് വരാം. ഹാർഡ് വർക്കിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. എങ്കിലും നമുക്ക് ഈ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതുപോലെ നമ്മുടെ ഈ ദുരിതാനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഒരു വിരാമം ഉണ്ടാകുന്ന സമയമാണ്. ഇളയ സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 3-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12-ൽ വരുന്ന സമയമാണ്. അവർക്ക് വേണ്ടിയൊക്കെ ചിലപ്പം അല്പം പണച്ചെലവൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതേപോലെ നമ്മൾ സംസാരത്തിലും അല്പം ശ്രദ്ധിക്കണം. നമുക്ക് അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ധനച്ചെലവ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ പ്രസംഗത്തിൽ അതുപോലെ ടീച്ചിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. സർക്കാർ വഴിയൊക്കെ കിട്ടേണ്ടുന്ന പണമൊക്കെ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ ചിലർക്ക് ഈ സർക്കാർ ആവശ്യങ്ങൾക്കായിട്ട് പണം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ധനസ്ഥിതി ഉയർത്തുന്നതിനുള്ള അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരും. അതുപോലെ തന്നെ നമുക്ക് ഈ മണി ട്രാൻസാക്ഷനിൽ അല്പം കെയർ വേണം. സൂര്യനും ഗുരുവും ഒക്കെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പം ഈ ജോയിൻ്റ് സംരംഭങ്ങളിലൊക്കെ, അതുപോലെ ജോയിൻ്റ് അസറ്റ് പുനർവിന്യാസം നടത്തി അതുവഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഗവേഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർ, അന്വേഷണ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്നവർ, ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ ചില നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ തദ്ദേശീയരായിട്ട് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ ചിലപ്പോൾ സഡനായിട്ട് എന്തെങ്കിലും ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫറിനൊക്കെ അവർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ടാക്സ് റവന്യൂ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ 8-ാം ഭാവരാശിയിലെ സൂര്യൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നു. ഇനി കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും കർക്കിടക രാശിയിൽ സൂര്യനും ഗുരുവുമായിട്ട് യോഗം ചെയ്യുന്നതും എങ്ങനെ സ്വാധീനിക്കും നോക്കാം. കർക്കിടക കൂറുകാരെന്ന് പറയുമ്പോൾ പുണർ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16-ന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ 1 മാസത്തോളം ആ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകും. ജന്മരാശിയിൽ ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ്.
ആ ഗുരുവും സൂര്യനുമായിട്ട് ജന്മരാശിയിൽ യോഗം ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ ലൈഫിലും അവരുടെ പേഴ്സണൽ ലൈഫിലും ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. ആത്മവിശ്വാസം കൂടുന്ന സമയമാണ്. പൊതുവെ ശുഭാപ്തി വിശ്വാസം എല്ലാ കാര്യത്തിലും അവർക്കുണ്ടാകും. അതുപോലെ ഏത് കാര്യത്തിലും അടിയുറച്ച തീരുമാനങ്ങൾ അവർക്ക് ഈ സമയത്ത് എടുക്കാൻ കഴിയും. പൊതുവെ ഒരു നേതൃത്വ ഗുണം ഈ ജന്മരാശിയിൽ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് വിഷയത്തിലും ആഴത്തിൽ ചിന്തിക്കുന്നതിനും അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നതിനുമൊക്കെ ആ ഗുരുവും സൂര്യനുമൊക്കെ ജന്മരാശിയിൽ യോഗം ചെയ്യുന്നത് വഴിതെളിക്കും. പ്രത്യേകിച്ച് ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ ഉയരുന്നതിന് കർമ്മ മേഖലയിൽ അവർക്ക് അതിന് സാധ്യത കാണുന്നുണ്ട്. ജന്മരാശിയിലെ സൂര്യൻ അതിന് വഴിതെളിക്കും. പ്രത്യേകിച്ച് വ്യക്തിഗതമായ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനും അത് നേടിയെടുക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. സന്മാർഗചിന്ത, ന്യായബോധം, അതുപോലെ അധികാരത്തിനുള്ള ആഗ്രഹമൊക്കെ കൂടുന്ന സമയമായിരിക്കും സൂര്യൻ ജന്മരാശിയിൽ ഗുരുവുമായിട്ട് യോഗം ചെയ്യുക വഴി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ മെഡിസിൻ, ഫൈനാൻസ്, അതുപോലെ ഈ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ചിലർക്ക് അവരുടെ മേഖലയിൽ അംഗീകാരത്തിൻ്റെ സമയവും കൂടെ എന്ന് പറയാം. പൊതുവെ ഊർജ്ജസ്വലത, ഉന്മേഷമൊക്കെ കൂടുന്ന സമയമാണ്. ആരോഗ്യസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും നല്ല വാർത്തകൾ ശ്രവിക്കാൻ കഴിയും. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ തിളക്കം ആർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. മുതിർന്നവരുടെ, ഗുരുക്കന്മാരുടെ, അതുപോലെ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് അവർക്ക് തൊഴിൽപരമായിട്ട് വലിയ നേട്ടം ഉണ്ടാകും. ചിലർക്ക് ചാരിറ്റി പ്രവർത്തനത്തിലൊക്കെ താല്പര്യം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജന്മരാശിയിലെ രവിയുടെ ആ സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം കഴിവിലൂടെ, സ്വന്തം എഫർട്ടിലൂടെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ളൊരു ശ്രമം ഉണ്ടാകും. ധനഭാവത്തിൻ്റെ 12ാം ഭാവത്തിലാണ് ആ ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് പലവിധ സുഖ സൗകര്യങ്ങൾക്കായിട്ട് ധനം ചെലവ് ചെയ്യേണ്ടി വരുന്നൊരു സ്ഥിതി കാണുന്നുണ്ട്. വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ അല്പം ക്ഷമയില്ലായ്മ ചിലപ്പോൾ ഈ സമയത്ത് വരാം. അവിടെ ഒരു കെയർ വേണം. സംസാരത്തിൽ തീഷ്ണത ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം സൂര്യൻ ജന്മരാശിയിൽ നിൽക്കുമ്പോൾ. അതുപോലെ 7ാം ഭാവരാശിയിലേക്ക് ആ സൂര്യനും ഗുരുവൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ 7ലെ ദൃഷ്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഫോക്കസ് ഉണ്ടാകും. എങ്കിലും ആ 7ലെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ഈ ദമ്പതിമാർക്കിടയിൽ ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ദാമ്പത്യ ബന്ധത്തിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ചെറിയ സംശയങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ കഴിവതും അല്പം സംയമനം ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടുന്ന സമയമാണ്. എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. സ്ത്രീകൾ മുഖാന്തരം ചിലപ്പോൾ എന്തെങ്കിലും അപവാദങ്ങൾ അല്ലെങ്കിൽ അവഹേളനങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. നല്ല ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനൊക്കെ കഴിയും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ പബ്ലിക് ഡീലിങ്സ് ഗുണകരമാകും. പൊതുജനപ്രീതിയൊക്കെ കൂടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഏതെങ്കിലും പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ എക്സ്പാൻഷൻ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. യാത്രകൾ പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പൊതുവെ ധർമ്മനിഷ്ഠയൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് വിദേശ യാത്രകൾക്കൊക്കെ ചിലപ്പോൾ ഒരു താല്പര്യം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പം വ്യക്തിബന്ധത്തിലും അതുപോലെ റിലേഷൻഷിപ്പിലും ഒക്കെ തന്നെ ഒരു ഉണർവിൻ്റെ സമയമായിട്ട് ജന്മരാശിയിലെ സൂര്യൻ്റെയും ഗുരുവിൻ്റെയും യോഗം വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.